ഹലോ ഗായ്സ്, അങ്ങനെ ന്യൂ ഡേ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ ചാനലിലെ വീഡിയോ അങ്ങോട്ട് തുടങ്ങുകയാണ്. നമുക്ക് ആദ്യമേ ആരെയും ഇൻവൈറ്റ് ചെയ്യാം. അൻകിഡ് ഇനി കേൾക്കണേ, എന്നാലും കയറിയേക്കാം. അൻകിഡ് നമ്മുടെ ഭാഗത്ത് കളിക്കുന്നുണ്ടല്ലോ. അവൻ ആരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്? അൺലിമിറ്റഡ് CS കളിക്കുന്നു. നമ്മൾ അരവിന്ദിനെ കുറേ നാളായി കണ്ടിട്ട്. നമ്മൾ എന്ത് ചെയ്യവനെ വിളിച്ചിട്ട് അവനെ എടുക്കുന്നില്ല. പക്ഷെ കുറച്ചും കൂടി ഉള്ളു ഈ ഗൺ നമ്മൾ എടുത്തിരിക്കും. നില്ല് ബ്രോ നമുക്ക് കേറാൻ. ഞാൻ പിന്നെ വരാം. നമുക്ക് ഭാഗത്തിൻ്റെ സ്പെക്റ്റ് കാണാം. എല്ലാവരും ഭഗത്തിന്റെ കളി കാണുമോ? ഭഗത്തിന് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യാൻ പോകുന്നത്? ഭഗത്ത് ചത്തട്ടിന്റെ കളി. ഭഗത്ത് അന്ന് കേറി ലൈനും പഠിച്ച്. എന്റെ ഒറ്റ ഫ്രണ്ടിൽ കൂടെ അല്ലേ ഗൈസ് ഇപ്പൊ ഒരു എനിമി ഹോങ്കോങ് ആയിട്ട് വന്നത്. പിന്നെ കണ്ണിന് എന്തോ കേടുണ്ടോ? ഇത് കാവലും കണ്ടിട്ട് അവന് മനസ്സിലായില്ലേ എന്താണ് ഭാഗത്ത് വിചാരിക്കാൻ. ഇപ്പൊ ഭയങ്കര നൂബായി വരുവാണ്. മഴ അക്കൗണ്ടിൽ മാസ്റ്റർ അടിച്ച പ്ലെയർ ആയിട്ട് കണ്ട ഇങ്ങനെയൊക്കെയാ കളിക്കുന്നത്. ഇപ്പൊ ഭയങ്കര ലോബായിട്ടൊക്കെയാ കളിക്കുന്നത്. ബ്രൈറ്റ്നസ് കുറച്ച് കുട്ടിയിട്ടേക്കാം. ഇനി ബാറ്ററി തീരണ്ട, കുറച്ച് ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ഭാഗത്തിൻ്റെ തരികിട കളികളും എല്ലാ കളികളും നമുക്ക് കാണാം. ഞാനിനി ഗാലറി ഇരുന്ന് കളി കാണാം. നിങ്ങൾ ഭാഗത്തിൻ്റെ കളി കണ്ടു. എവിടെയെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ ഗൈസ്. ഈ ഭാഗത്ത് കോഡ് അഡ്വാൻറ്റേജ് ആണെന്നാണ് പറയുന്നത്. യെസ്, അത് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എനിമി അടുത്ത് വരുവാണെങ്കിൽ കഴിഞ്ഞ ട്രബിൾ സോൺ ഇവൻറ്റിനകത്തും അത് കണക്കൊരു ഇതുണ്ടായിരുന്നു. നമുക്ക് എനിമി ട്രാക്കിങ് അത് വെച്ച് നമുക്ക് എനിമീനെ തൊട്ടപ്പുറത്തില്ല. AW പ്ലേയേഴ്സ് ആണെങ്കിൽ സുഖമായിട്ട് അടിക്കുക. ഞാനൊക്കെ ആ സീസൺ എൻ്റെ കഴിഞ്ഞ സീസണും കണ്ടായിരുന്നു. AW വെച്ചായിരുന്നു ഭാഗത്ത് ആദ്യം എൻ്റെ ക്യാരക്ടർ ഇതാ ഫോളോ ചെയ്യുന്നത്. ആദ്യം അവനുണ്ടല്ലേ ഞാൻ സ്കൈലർ ഇട്ടാൽ BR CS ഒക്കെ ഇടയ്ക്ക് കളിക്കുന്നത്. ആദ്യം അതുണ്ട്. പിന്നെ മിന്നൽ മുരളി ഇട്ടാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് BR കളിക്കുന്നത്. അതാണല്ലോ നമുക്ക് പെട്ടെന്ന് ഒരിടത്തോട് തന്നെ മിന്നൽ മുരളിയാണ് നല്ലത്. ഇല്ല എന്നാ നോക്കിയതാ നന്നായിട്ട് പാളിയിട്ടുണ്ട്. ഭാഗത്ത് ലൂട്ടെടുത്ത് അല്ല ലൂട്ടെടുത്ത് ജസ്റ്റ് അത് എനിമി കേട്ടാ. ഏതോനോ കില്ല് ഒന്ന് കൊണ്ടുപോയി. എന്നാലും പകുതി ഇട്ട് കൊടുക്കത്തില്ല. അവൻ്റെ കില്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ രണ്ട് മേളിലോട്ട് പൊക്കിയിട്ട് എന്തോ ഷോയൊക്കെ ഇറക്കുന്നു. അകത്തൊരു പ്രത്യേക കലാകാരൻ തന്നെ. കലയാ. ഭാഗത്ത് എല്ലാവരുടെ കുണ്ടിയിലടിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു ഈ ആരായിരുന്നു മറ്റേ റൈറ്റ് സൈഡിരിക്കുന്നത്? അതിന് ഈ സീസണൊക്കെ ഹീറോയ്ക്ക് അടിച്ച. എനിക്ക് വയ്യ. ഭാഗത്ത് ഇവിടെ നിന്ന് അടി. ഭാഗത്ത് ഇരുന്നേന്നോ ഭാഗത്ത് കോടയിടും. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്കറിയാം ഈ കോട ഉണ്ടല്ലോ, ഇവൻ വെറുതെ വേസ്റ്റ് കളയും ഗൈസ്. യശ്വന്ത് നോക്കട്ടെ കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ യശ്വന്ത് പോടാ. പിന്നെ കളിക്കാം. ഭാഗത്തിൻ്റെ പേരൊന്നും അല്ല ഗൈസ്. നമ്മുടെ അക്ഷയുടെ മറ്റേ പ്രൊഫൈലിലുള്ള മറ്റേ കാർഡല്ലേ എൻ്റെ ഇരിക്കുന്ന ഡിഗ്ഗിമോ. നമുക്ക് എനിക്കെന്തോ പിങ്ക് ഡയമണ്ടിൻ്റെ കാർ എടുത്തിടാൻ പെട്ടെന്നൊരു മോഹം തോന്നി ഗൈസ്. ഇനി നമുക്ക് കളി കാണാം ഭാഗത്തിൻ്റെ. ഓക്കെ, ലെറ്റ്സ് ഗോ.
I can always find my way back home. ഞാൻ ഇൻവിറ്റേഷൻ തരും. ആരുടെ ഭാഗത്ത് ഇത് മാസ്റ്റർ ആക്ട്? ഓ അരവിന്ദേട്ടാ, സുഖമൊക്കെ തന്നെ. അരവിന്ദ് ഹീറോയ്ക്ക് 4 സ്റ്റാർ. ഭഗത്ത് ഇപ്പോഴും ഡയമണ്ടിലൊക്കെ ഇരിക്കും. എന്ത് ഭഗത്തെ നാണക്കേട് തന്നെ ഭാഗത്തെ. അത് പഴയ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറഞ്ഞല്ലേ, എന്തിനു ഈ അക്കൗണ്ട്? കാട്ട അക്കൗണ്ടും കൊണ്ട് നടക്കുവാണ്. ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടാ. നിനക്ക് സ്ട്രീക്കൊക്കെ ഉണ്ടല്ലേ? നിനക്ക് 4 സ്ട്രീക്ക്, നിനക്ക് ഇത്ര സെക്കൻഡ് സ്ട്രീക്ക് 3 സ്ട്രീക്ക് ആവാൻ പോവല്ലേ? നിന്റെയൊക്കെ സ്ട്രീക്ക് കളയട്ടേടാ. ഞാൻ ഐഡിയ ആലോചിക്കുക, നമുക്ക് സ്ട്രീക്ക് പുഷ് കൊടുത്താലോ? ഇനിയുണ്ടല്ലോ ഇതണക്ക് വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇത്ര സ്ട്രീക്ക് ഇത്ര അടിക്കും. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഹരി TPS ഹരി. ഞാൻ പട്ടികേശം ഇട്ടേക്കുന്നത്. ഇത്രയും തെണ്ടി എന്ന് പറഞ്ഞാൽ അവനെ കണക്കൊരു വൃത്തികെട്ടവനില്ല. സോറി ഗൈസ്, ഞാനൊന്നും പറയും. ഇവനെപ്പോലെ ഒരാളെ ഞാൻ ജന്മത്തിൽ കണ്ടല്ലേ ഗൈസ്. എന്തോ പറയായിരിക്കുന്നത് ഗൈസ്. അവൻ്റെ ചെവിയിലൊക്കെ എന്തോന്ന് പറഞ്ഞുകൂടെ, വല്ല ബഡ്സ് തിരികേറ്റി വെക്കണം. അമ്മാതിരി ചെവി കേൾക്കാത്ത ഒരു പൊട്ടനാണ്. ഞാൻ ചോദിച്ചു BR ഇട്ട്, അത് ഞാൻ പറഞ്ഞു ചോദിച്ചു ഏതോ TPS ബോസ് എന്ന് പറയുന്ന ഒരുത്തനും ഇട്ട് വന്നു. ഞാൻ പറഞ്ഞു BR ഇടട്ടെന്ന്. അപ്പോൾ അവൻ പറയാ, എടാ പൊട്ട BR ഇടണ്ട എടാ, പിന്നെ നിന്റെ കയ്യിലല്ലേടാ കൂടിയത്. ഞാൻ പറയാം എടാ ഞാൻ BR ഇടട്ടെ. അവൻ ഉദ്ദേശിച്ചതെന്ന് പറയോ, എന്തുവാ ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു BR ഇടാൻ. അവനോടൊക്കെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക ഗായ്സ്? ഒരു മെഗാ അൾട്രാ ന്യൂബാണ് ഗായ്സ് അവൻ. ഇതേടൊക്കെ ഒരു കാട്ടനെ ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇറ്റാണൊക്കെ കുറെ കാട്ടന്മാരും ന്യൂബന്മാരും ഉണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനകത്ത് ആർപ്പാട് കളിക്കാറിയാവുന്ന ഇത്രയും പേരേ ഉള്ളൂ. കോൾമി ഏബൽ, നമുക്കറിയാമല്ലോ, ഭഗത്തിൻ്റെ കൂടെ വണ്ടികൾ കളിച്ച്. ഇപ്പൊ ഭഗത്ത് ഞാനുപോയി ഇപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് കളിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മളെ അരവിന്ദ് കളിക്കും ഗൈസ്. ഞാൻ സത്യം പറയട്ടെ, ഇത് അരവിന്ദിന് ആദ്യത്തെ കളിയാണ്. അരവിന്ദിൻ്റെ കൂടെ ആദ്യത്തെ കളി. ഈ ഡേറ്റ് ഓർത്ത് വെച്ചോളാം ഗൈസ്. കമന്റ് ചെയ്ത് തരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കണം. അരവിന്ദിനോട് ആദ്യത്തെ കളി. പിന്നെന്തുവായിരുന്നു, എന്തോ പറയാൻ ഞാൻ മറന്നുപോയി. പിന്നുള്ള ആരായിരുന്നു? നമ്മുടെ ഭഗത്തല്ലേ ഏറ്റവും നന്നിട്ട് കളിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ. ED മാക്സ് എന്ന് പറഞ്ഞ ഒരാളില്ലേ, അത് നമ്മുടെ കോഴി, ഞങ്ങള് കോഴിന്നാണ് വിളിക്കുന്നത്. അവനും പിന്നെ ഭഗത്തും. ED മാക്സ് കോഴി ഇപ്പൊ ഭയങ്കര നൂബാ, ഒന്ന് വണ്ടാ പോലെ അടിക്കാറുണ്ട്. ആ ഏബലിനെ പൊട്ടിക്കത്തില്ല, ഏബലിനെ ഞാൻ പൊട്ടിച്ചില്ല. അങ്ങനെയാണ് നമുക്കൊക്കെ സുഖമായിട്ട് ജയിക്കാല്ലേ. പക്ഷെ ഏബലിൻ്റെ എന്നെ ഒരു വണ്ണിയവണ്ണുണ്ടായിരുന്നു. കാശ് ഒരു കാര്യം കേൾക്കണം, ഏബലിന് വേറൊരു പ്രശ്നമുണ്ട്. സ്പോർട്സ് പ്ലെയറാ എന്ന് പറഞ്ഞാൽ വൺ ടാപ്പ് റൂം ഇട്ട. എന്നാൽ പിന്നെ അവനെന്നോട് ഡയറക്റ്റ് പറയണം, എടാ എന്നാൽ പിന്നെ നേരെ ലോൺ ഗുൾഫ് ഇടാം. യവനുണ്ടല്ലേ എന്തുവാ വൺ ടാപ്പ് റൂമിൽ വിളിച്ചിട്ട് MP40 വെച്ചൊരു പിടിയുണ്ടായി, കുത്തിപ്പിടിച്ചു. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കെന്നെ ഈ അടിച്ച് പൊക്കി ഡ്രാഗ് ചെയ്തിട്ട് ഞാനവിടെ ഡെസേർട്ട് വെച്ച് അടിക്കുന്നു. ഇവനെ അടുത്ത് കയറി വന്ന് ഇങ്ങനെ അടിക്കുക. എന്തുകൊണ്ട് കഴിച്ചു നിങ്ങൾ പറ. ചിലപ്പോൾ പറയുമ്പോൾ എന്തോ ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ലേടാ എന്ന്. പക്ഷെ എന്നാലും ഡ്രാഗ് ചെയ്യുന്ന പറഞ്ഞാൽ പണ്ട്. എന്നാൽ പിന്നെ ഡയറക്റ്റ് ലോൺ ഗുൾഫ് അങ്ങ് ഇട്ട് ഡ്രാഗ് ചെയ്യുന്നതിന് നോർമലി ബോഡിയും കടിച്ച് കയറ്റിയപ്പോൾ വൺ ടാപ്പിന് പിന്നെ ഒരു വിക്ടറി ഉണ്ടായിരുന്നു. ഗായ്സ് വൺ ടാപ്പ് ഇവിടെ ഏബലിനോട് ചോദിച്ചാൽ മതി വൺ ടാപ്പ് അടിച്ച് കിടന്നത്. പൊന്നു ഗായ്സ്. ഗായ്സ് ഒരു സത്യം പറയട്ടെ, ഞാനീ വീഡിയോ ഇതെല്ലാം ഇടുന്നതിന് കാരണം ഒരേ ഒരാൾ മാത്രം, അക്ഷയ് കേട്ടിട്ടുണ്ടോ? അയാൾ കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടുന്നു ഗായ്സ്. അയാളാണ് എൻ്റെ ഒരു നമ്മൾ ഒരാളെ കുറിച്ചൊരു ഇത് വരുത്തില്ലേ, നമ്മൾ ആരെ കണ്ടിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്, ഒരു റോൾ. ഇത് ചെയ്യാനൊരു റോൾ മോഡൽ അക്ഷയ് കേസറ്റാണ്. ഇത് കണക്കത്തെ ഫ്രീ ഫയർ വീഡിയോസ് ഇടും. ഗെയിമിംഗ് വീഡിയോസ് ചെയ്യേണ്ടതെന്നല്ല, ഞാനിവിടെ PC-ക്കകത്ത് എനിക്ക് ചെയ്യായിരുന്നു. ബട്ട് ഇപ്പം ഞാനിത് ഇവിടെ ക്യാമറ വെച്ച് ഇത് റെക്കോർഡ് ചെയ്തിട്ട് വേണം ഗൈസ്. PC-ക്കകത്ത് ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ അത്രയ്ക്ക് വാക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് ഗെയിം മാത്രമല്ല, റോബ്ലോക്സും ഇതൊക്കെ കളിക്കുന്ന അതിൻ്റെയൊക്കെ വീഡിയോ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം.
പിന്നെ ഇത് വെച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ ഇരിക്കുമല്ലോ. നമ്മളങ്ങനെ വീഡിയോ ഇട്ട് നിങ്ങളൊന്ന് ഷെയർ ആക്കി തന്നെ നമുക്ക് വലുതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു 10-15 സബ്സ്ക്രൈബേഴ്സ് ഇത് വെച്ച് ആക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അക്ഷയുടെ ഒരു പാത പിന്തുടർന്ന് ചെയ്തെന്ന് പറയാൻ എനിക്ക് നല്ല അഭിമാനമാണ് ഗൈസ്. എന്തോ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇപ്പം എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അക്ഷയെ കണ്ട് ഞാൻ ഇങ്ങനെ ആകുവാണ് ഗൈസ്. അക്ഷയൊക്കെ ചേട്ടാണ് എൻ്റെ റോൾ മോഡൽ ഈ ഗെയിമിങ്ങിനകത്ത്. സാധാരണ നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷ്യം ഇതാണ്. നമുക്ക് ഈ ഗെയിമിംഗ് വീഡിയോ ചെയ്യാൻ എൻ്റെ ലക്ഷ്യം അല്ല, എൻ്റെ റോൾ മോഡൽ അക്ഷയ്ക്ക് സാറാണ്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം തന്നെ അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈവ് കാണാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ആ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് അക്ഷയ്ക്ക് ചേട്ടാ എന്തോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യും. അദ്ദേഹത്തിനെ കണ്ട ഡബിൾ വെച്ച് ഷോട്ട് പഠിച്ചതും പിന്നെ എല്ലാം ചെയ്യാൻ പഠിച്ചത്. താങ്ക് ഗോഡ്. അപ്പോൾ ഞാൻ പറയുന്നു താങ്ക്സ് അക്ഷയ്. എല്ലാ അക്ഷയെ കണ്ടാണ് ഗൈസ്. നിങ്ങൾ മാക്സിമം പോയി അക്ഷയൊക്കെ ചേട്ടാ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ബെല്ലൈക്കണും അടിച്ച് അങ്ങോട്ടിട്ട് മാക്സിമം വീഡിയോ വരുന്ന കാണാം. അക്ഷയൊക്കെ ചേട്ടാ പറയുന്ന രീതിയിലും കളിച്ച പിന്നെ നമുക്ക് എന്തുവാ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ കയറണമെങ്കിൽ മിനിറ്റിനുള്ളിൽ അക്ഷയ എടുത്തു വരും. അതാണ് ഗൈസ്. ഇനി അക്ഷയെക്കുറിച്ച് പറയാനുള്ള ആ ഒരു കാര്യം മാത്രമല്ല. പക്ഷെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്ലെയേഴ്സിന് അഭിമാനമുള്ള ആളാണ് അക്ഷയ്. അക്ഷയെ പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ നമ്മുടെ വില്ലൻ ഓഫ് അതൊക്കെയാണ് ഗൈസ്. ഇവരൊക്കെയാണ് പ്രോ പ്ലേസ്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വെറും ഒന്നുപോലും ഇല്ല ഗൈസ്. അതാണ് പറഞ്ഞു കയറിയപ്പോ കളിയിൽ ശ്രദ്ധിച്ചില്ല ഗൈസ്. അയ്യോ എടാ അരവിന്ദ് എടുക്കും. വാൾക്കൈ 80 അൻപിനിൽ പോയി എടാ സീല്ല റൗണ്ട് എടുക്ക സീല്ല. ഇനി എന്തോ കളി പുറത്തെടുക്കണം ഗായ്സ്. ലെറ്റ്സ് ഗോ. നമുക്ക് M8 വെച്ച് കളിയും ഗായ്സ്. ഈ കളി ജയിക്കും തോന്നുന്നുണ്ടോ? ഞാൻ അക്ഷയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഗായ്സ്. സോറി. ഇനി നമുക്ക് സീല്ല. പക്ഷെ മൈക്ക് ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം നിങ്ങൾ എൻ്റെ കളി കാണും. നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ പറയണം. കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ എൻ്റെ കളി കാണും. ആദ്യം കുറച്ച് നാളൊക്കെ കളി കണ്ട് നിങ്ങൾ പറ. എന്നിട്ട് നമുക്ക് വലിയ സ്ട്രീമൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. നിങ്ങൾ കളി കാണും. കുറച്ച് കുത്തിപ്പിടികളാ പകത്തെ എടുക്കണേടാ. 1v4 ആണ്. 1v4 എടുക്ക്. ആദ്യം ആ ഗ്ലൂവിൻ്റെ പുറകെ ഇരിക്കുന്നത് അമ്മായിപ്പോ വരും. വന്ന് അടി. ഓ ആ സീല്ല നമുക്ക് എടുക്ക 2v2 അല്ലേ. സോറി റൗണ്ടാണ് വിഷയം പറഞ്ഞത്. എടുക്ക സീല്ല. നമുക്കിനി M8 വെച്ച് കളിക്കാം. M8 മതി. എനിക്ക് M8യും കിങ്ഫിഷറും ഉണ്ടോ നമുക്ക് നോക്കാം. എടാമാര് 3rd റൗണ്ട് എടുക്കാനും നമ്മൾ എടുക്കണോടാ. അടുത്ത റൗണ്ട് എങ്ങനെയും പിടിക്കണം. നമ്മളിങ്ങനെ തോക്കരുത്. കമോൺ ലെറ്റ്സ് ഗോ ഗൈസ്. കളി കാണൂ. ലൈക്ക് അടി. ഗായ്സ് നോക്ക് കണ്ടോ കിങ്ഫിഷർ. സത്യം പറഞ്ഞു ഞാൻ എല്ലാം അക്ഷയെ കണ്ടാ പഠിക്കുന്നത്. കാരണം എന്താ പറയുക, ഈ കിങ്ഫിഷർ ഉണ്ടല്ലേ അക്ഷയുടെ ഒരു കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നു. സോളോ ആയിട്ട് ബെർമുഡ മാപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതും കിങ്ഫിഷർ വെച്ച് 6 ചാലഞ്ച് വെച്ചാൽ ചെയ്തത്. അല്ല ചാലഞ്ച് അല്ലെന്തോ നോർമലി ചെയ്തത്. അതിനുശേഷം കിങ്ഫിഷർ എടുത്തത്. കിങ്ഫിഷർ വെച്ച് കുറേ ഹിറ്റ് ഉണ്ടാക്കി ഗൈസ്. ക്ലിപ്പിനകത്ത് കിടപ്പണി ഞാൻ കാണിച്ചു തരാം. എടാ റൗണ്ട് എടുത്ത് ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ അരവിന്ദ് എടുത്തുന്നുണ്ട് ആ റൗണ്ട്. അങ്ങനെ ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് എനിക്ക് നമ്മൾ കംബാക്ക് എടുക്കുന്നൊരു ഗൈസ്. നിങ്ങളെ മിക്കമ്മറൊക്കെ ഇതൊക്കെ കിട്ടും ഗൈസ്. നമ്മൾ ഈ റൗണ്ട് എടുക്കുമോ അതോ മൂഞ്ചി പോവും? കാത്തിരുന്ന് കാണുക.
ലൈക്ക് സബ്സ്ക്രൈബ് ആൾക്കാർ 100 പേര് കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും കാണുന്നവരെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അത്രയും പേരെങ്കിലും നമ്മുടെ ഒരു 10-12 പേരെങ്കിലും ആവുമെന്ന് എനിക്ക് പറയാനൊരു അഭിമാനമുണ്ട് ഗൈസ്. ഈ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ മുമ്പിലെങ്കിലും ഒന്ന് പറയാൻ ഇത്രയും പേര്. അത് ഞാൻ ഈ ഒരു റീസർ വീഡിയോ വെച്ച് ഞാനിവനെ അപ്പോഴേ വിളിച്ചേ ഗായ്സ്. ആ നോഫ് പറഞ്ഞവനെ കണ്ട ഏറ്റവും നമ്പർ 4 ബോട്ടായി ഗായ്സ്. ഞാൻ നിങ്ങൾ മാക്സിമം പറയുന്നത് മാക്സിമം നിങ്ങൾ ബോട്ട് ആവുന്ന സിറ്റുവേഷൻ, അതായത് നമ്മൾ കിട്ടുന്ന ഒന്ന് ഫോം വാങ്ങിച്ചോണ്ട് പോകും. അത് കണക്കത്തെ വളരെ റോൾ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം കളിക്കാതിരിക്കുക. ഞാൻ പോവാന്നെങ്കിലും പറയണം. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ വല്ല ലോൺ പ്രൂഫോ എന്തെങ്കിലും ഇന്ന് കളിക്കണം. നിങ്ങളാണ് ഗൈസ് ഈ ടീമിനെ ഫുൾ അങ്ങനെയാണ് തോക്കാൻ കാര്യം. നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ നമ്മൾ ഒരാളെങ്ങനെ വെച്ച് ഇത് കളിക്കരുത്. ഇതാണ് കളി അരവിന്റെ നോക്ക് കൊടുക്കാറാ. എവിടെ എവിടെ ജോലിക്കുന്നു ഗായ്സ്. ഇവനെ അടിക്കും. അയ്യോ മറ്റേ നടക്കത്തില്ല മോനെ. അടിയടാ മൂന്ന് റൗണ്ട് എടാ ജയിക്കണേടാ. അതാണ് ടീംമേറ്റ്സിൽ ഒരുത്തം പോയാൽ മതി. 3 പേര് 3v4 ആണ് ഗായ്സ്. ഇതൊക്കെ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞ ടഫ്. ഒരാൾ 2 പേര് വെച്ചെടുക്കണം. അപ്പുറത്തെ ടീംമേറ്റ്സിൽ വരുന്ന ലോബി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററാ. ഇങ്ങനെ കളിക്കാതെ ഗായ്സ് മാക്സിമം നിങ്ങൾ ഇത്തോ കൊടുക്കാൻ നോക്ക്. നിങ്ങളെ കളിക്കാൻ പറ്റത്തില്ല. അത് കളിക്കാതിരിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അറിയാം ഫോൺ ഇപ്പൊ പെട്ടെന്ന് ഒരു അർജന്റ് എവിടെയെങ്കിലും പോകാൻ നിൽക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ചെയ്യരുത്. നിങ്ങളുടെ ഫോൺ സ്കോർ റാങ്കും എല്ലാം താഴെ പോകാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങളുടെ റാങ്കേ പോകത്തോളൂ. ഞങ്ങൾക്ക് ആ ഒരു കളി ഡിഫീറ്റ് മാത്രമേ ആവത്തോളൂ. പിന്നൊന്നുമില്ല. ഞങ്ങൾ ഡിഫീറ്റ് ഞങ്ങളുടെ റാങ്കും കൂടെയാണ് നിങ്ങൾ കളയുന്നത്. മാക്സിമം നിങ്ങൾ ചെയ്യാൻ ഞാനീ പറയുന്നതായിരുന്നു. നിങ്ങൾ എന്നെ ഞാൻ ഹേർട്ട് ചെയ്തൊന്നും പറയുന്നത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ നിങ്ങളെന്നെ സബ്സ്ക്രൈബ്. നമ്മളെ ഫ്രണ്ട്സാണ്. ബട്ട് നമ്മളൊരു ഒറ്റ മൈൻഡാണ്. പിന്നെ കളി കയറുക, അവൻ്റെ റാങ്ക് എല്ലാം താഴെ കളയും. നമ്മളൊറ്റ മൈൻഡാണ്. അതുകൊണ്ട് കൂടിയാണ്. ഓക്കെ നമുക്ക് ഇവരെ അടിക്കാം. ഓ എടാ എടാ അരവിന്ദേ ഭഗത്തെ ചവല് 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 ചവല്. എടാ ഭഗത്തെ ഫൂട്ട് 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 ഫൂട്ട്. ആ മാസ്റ്റർ കണ്ടേ. ഓ എടാ ചാവുന്നവൻ. എടാ നീ എടാ എന്റെ അയ്യോ എടാ ഗ്ലൂവന്തി. അയ്യോ ഗ്ലൂവന്തി. ഇവൻ മണ്ടൻ എനിമി കേട്ടാ ഗായ്സ്. നിങ്ങളത് കണ്ടായിരുന്നു. ഞാനിവിടെ ഗ്ലൂ ഇടാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ഇവൻ എന്തൊക്കെ കാണിച്ചു. നമുക്ക് ഇവനെ ഫ്ലാഷ് ഫ്രീസ് എടുത്ത് ഒറ്റ പറഞ്ഞൊരു ഡാമേജ് കൊടുക്കാൻ. ഞാനൊരു മണ്ടം തന്നെ. ലെറ്റ്സ് ഗോ. ഗൈസ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഒറ്റ മൈൻഡ് ആയിരിക്കണം. നമുക്കിപ്പോൾ ഒരാളെ റാങ്ക് കളയാനാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും. നമ്മൾ ഇതെങ്കിലും 6 year old നമ്മൾ 7 year old അവനിക്ക് 1 വർഷത്തിൻ്റെ ഒക്കെ ഉണ്ട് ഗ്യാപ്പ് അങ്ങോട്ട്. ഇനി നിങ്ങൾ കളി കാണുക ഗൈസ്. ഞാൻ ഉണ്ടല്ലേ ഇതൊന്ന് മ്യൂട്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കളി കാണുക. This isn't gonna be a snowball fight. Actually, I need a quicker from Bermuda.
the airdrop. അപ്പു പോയാടാ. ഗൈസ് അവരെ പറ്റിക്കാം. നമുക്ക് അവരെ പറ്റിക്കാം. I kind of snowstormed you. Need equipment. നമുക്ക് ഇപ്പൊ എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ കഴിയും. മൈക്ക് മ്യൂട്ടല്ലേ? അപ്പു എവിടെയും പോത്തില്ല ഗായ്സ്. നിങ്ങളെ വിട്ടിട്ട് എവിടെയും പോത്തില്ല. നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കും ഞാൻ. ആറ് അടിച്ചേടാ. നിങ്ങളിപ്പോ എന്നെ രക്ഷിക്കേണ്ട അവസ്ഥയിലാക്കിയതിന് ഒരുത്തൻ ജസ്റ്റ് മിസ് കേട്ടോ. നോക്കി എത്ര HP പോയെന്ന്. ഇവനെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്. കേരയൊക്കെ തലയടിച്ച് പൊട്ടിക്കടാ എല്ലാത്തിനെയും. എടാ അതിന്റെ മണ്ടയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അതിന്റെ ടവറിന്റെ മണ്ടയിലും കണ്ട്. എടാ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ആരായിരുന്നു ഭാഗത്ത് മൂന്നാമത്തെ അല്ലേ? ഓക്കെ. എടാ അവനാ കണ്ടെയ്നർ വണ്ടി കൊണ്ടാ. അയ്യോ മാർക്ക് നോക്ക്. എടാ ഭാഗത്തെ നിന്റെ അടുത്തോട്ട് വരുന്നുണ്ടാ. അതാണ്ട് വേറൊരുത്ത ഇവിടെ. അത്രേ ഉള്ളൂ. ഒരുത്തം വരുന്നുണ്ട് അങ്ങോട്ട്. ശീല എടുക്ക. Need equipment. ഏബല് കളി കാണുന്നുണ്ട് കേട്ടാ. ഞാൻ മേളൊരുത്തിട്ട് അടിക്കടി ഫുൾ ഡൗൺ. അത്രോളാ. നോക്ക്. അവൻ നോക്ക്. പൊങ്ങുന്ന. എടാ ഭഗത്തെ അവിടെ ഞാൻ അവന് ഇച്ചിരി ഡാമ കൊടുത്തിട്ടുണ്ട്. എടാ ബാസ്റ്ററെ കേറാ. മറ്റവൻ കയറുന്നുണ്ട്. ഞാനവന് സപ്പോർട്ട് കൊടുക്കാം. നിക്ക്. എടാ അവൻ നോക്ക്. അത് ഗ്ലൂവിന്റെ അവിടെയും കൂടി ഒരുത്തൻ. എടാ താഴെ അടിക്കുന്നടാ ഇവൻ. എടാ അതായത് വന്നടാ. അതാണ്ട് ഇവിടെ കിടന്ന് അടിക്കുന്നടാ. നിക്ക്. എടാ ഞാൻ ഓട്ടർ വേ ആവുന്നുണ്ട്. ഓക്കെ. താങ്ക് യു മാസ്റ്ററെ. എടാ ഞാൻ പൊങ്ങിയില്ലടാ. എടാ മാസ്റ്ററെ പൊങ്ങിലടാ. ഇച്ചിരി നേരം നിന്നോളടാ. പോടാ. എടാ എന്നെ പൊക്കാം. ജയിച്ച്. ഓക്കെ ലെറ്റ്സ് ഗോ. വീഡിയോ ഒന്ന് ഇടുവാണ് കേട്ടോ. നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ്. പോസ്റ്റ് ചെയ്യാണ് ഗൈസ്. ഓക്കെ അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഉള്ളതായിട്ട് വരുന്നതായിരിക്കും. അന്ന് ഇതിനകത്തെ വല്ല സ്ട്രീറ്റ് പുഷ് അല്ലെങ്കിൽ PR എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ പീസ് ഔട്ട്.
kinda snowstormed you. I need guns. Resources here. I want it, thanks. Still on cooldown. Help me! First doom. Help me! Double takedown. Kinda snowstormed you. Need equipment! Head there! Head there! Head there! Takedown! Double takedown! I told you I would find you. This isn't gonna be a snowball fight. Shall we get a dream or a nightmare? It's showtime!
Kind of snowstormed you. Need equipment. Snowstormed you. Resources here. Thanks. Need equipment. Snowstormed you. Need equipment. Need equipment. Head there.
Head there. This is a lesson, and I'm a fast learner. Need equipment! Need equipment! Need equipment! Quickie B conversion for everybody. Medkit for everybody.